കടൽമണൽ ഖനനത്തിനെതിരെ എഐടിയുസിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ബഹുജന ശൃംഖല സംഘടിപ്പിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ്. അളകപ്പനഗർ കുന്നത്തുപാടത്ത് സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റിന്റെ ഫ്യൂസ് ഊരി. മുന്നറിയിപ്പില്ലാതെ ഫ്യൂസ് ഊരി കൊണ്ടുപോയത് കരാറുകാരൻ. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ലോറിക്കടിയിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തിയത് ഹിറ്റാച്ചി ഉപയോഗിച്ച്. യേശുവിന്റെ അന്ത്യത്താഴ സ്മരണയിൽ വിശ്വാസികൾ പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷ നടന്നു. പൊടിപടലങ്ങൾ ശ്വസിച്ചു കഴിയേണ്ട ഗതികേടിൽ വേലൂർ ചുങ്കം മുണ്ടൂർ റോഡരികിൽ താമസിക്കുന്ന കുടുംബങ്ങൾ. റോഡ് നിർമ്മാണത്തിനായി മെറ്റൽ വിരിച്ചതിനു ശേഷം ടാറിംഗ് നടത്താൻ കരാറുകാരൻ തയ്യാറാകാത്തതാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. കടൽമണൽ ഖനനത്തിനെതിരെ എഐടിയുസി ബഹുജന ശൃംഖല സംഘടിപ്പിച്ചു. ചാവക്കാട് ബീച്ചിൽ സംഘടിപ്പിച്ച സമരം സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സുരക്ഷയും ജനവികാരവും മാനിച്ച് കടൽമണൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. എഐടിയുസി ജില്ലാ പ്രസിഡന്റ് ടി.കെ. സുധീഷ് അധ്യക്ഷത വഹിച്ചു. എഐടിയുസി ജില്ലാ സെക്രട്ടറി കെ.ജി. ശിവാനന്ദൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. എംഎൽഎമാരായ എൻ.കെ. അക്ബർ, ഇ.ടി. ടൈസൺ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി കെ.സി. സതീശൻ, സിപിഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി. മുഹമ്മദ് ബഷീർ, വി.ആർ. മനോജ്, കെ.എം. ജയദേവൻ, മുൻ എം.എൽ.എ. ഗീതാ ഗോപി, എ.എസ്. സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 10 ദിവസത്തോളം കത്തിച്ച മിനിമാസ്റ്റ് ലൈറ്റിന്റെ ഫ്യൂസ് ഊരി. ഇനി ഉദ്ഘാടനം കഴിഞ്ഞ് നാട്ടുകാർക്ക് വെളിച്ചം കിട്ടു. അളകപ്പനഗർ പഞ്ചായത്തിലെ കുന്നത്തുപാടത്ത് സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റാണ് ഉദ്ഘാടനം കാത്തുകിടക്കുന്നത്. കെ രാമചന്ദ്രൻ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കുന്നത്തുപാടത്ത് മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച ലൈറ്റ് മാർച്ച് 25 മുതലാണ് കത്തിച്ചത്. 10 ദിവസത്തോളം കത്തിച്ച ശേഷമാണ് മുന്നറിയിപ്പില്ലാതെ ഫ്യൂസ് ഊരിമാറ്റിയത്. വളവും കയറ്റവും 2 റോഡുകൾ ചേരുന്ന ഈ ഭാഗത്ത് അപകട സാധ്യത ഏറെയാണ്. രാത്രികളിൽ വെളിച്ചക്കുറവും കാട്ടുപന്നി ശല്യവും രൂക്ഷമായതോടെ നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് എം.എൽ.എ. മിനിമാസ്റ്റ് അനുവദിച്ചത്. 2 ലൈറ്റുകളാണ് വാർഡിൽ സ്ഥാപിച്ചത്. അതിൽ ഒന്നിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും രണ്ടാമത്തേതിന്റെ ഉദ്ഘാടനം എന്ന് നടക്കുമെന്ന ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനിടെയാണ് കരാറുകാരൻ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയതെന്ന് വാർഡ് മെമ്പർ ജിജോ ജോൺ പറഞ്ഞു. 7-ാം തീയതി വൈകിട്ട് ഇതിന്റെ കരാറുകാരൻ അപ്രതീക്ഷിതമായി വന്ന് ഇതിന് ഫീസ് ഊരിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണതയുണ്ട്. അതുമൂലം ഇവിടെയുള്ള പെട്ടെന്നുണ്ടായ ഒരു അന്ധകാരം, ഇവിടെയുള്ള ആളുകളുടെ മൊത്തം സംസാര വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ എങ്ങനെയാണിത് ഇത്രയും ദിവസം പ്രകാശിച്ചിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് ഇല്ലാണ്ടായത്, മെമ്പറെ ഇടപെട്ട് അത് ഫീസ് ഊരിക്കൊണ്ടുപോയി എന്നുള്ളൊരു പ്രതിഷേധം ഇവിടെ ജനങ്ങൾക്കുണ്ട്. എന്തായാലും എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം. ഉദ്ഘാടനം കഴിയാത്തതിന്റെ പേരിൽ മിനിമാസ്റ്റിന്റെ ഫ്യൂസ് ഊരിമാറ്റിയതിനെതിരെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം കുന്നത്തുപാടത്ത് പ്രതിഷേധ യോഗം ചേർന്നു. നിർമ്മാണം കഴിഞ്ഞ് പ്രകാശിപ്പിച്ച മിനിമാസ്റ്റ് ഉദ്ഘാടനം നടത്താത്തതിന്റെ കാരണം എം.എൽ.എയുടെ ലൈറ്റുള്ള ഫോട്ടോ പോസ്റ്റിൽ സ്ഥാപിക്കാത്തതുകൊണ്ടാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രദേശവാസികൾക്കും വഴിയാത്രക്കാർക്കും ഉപകാരപ്രദമാകേണ്ട മിനിമാസ്റ്റ് എത്രയും വേഗം പ്രകാശിപ്പിക്കാൻ എം.എൽ.എ. ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടി.സി.വി. പുതുക്കാട്. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. മങ്ങാട് മെഡിക്കൽ കോളേജ് റോഡിൽ കോട്ടപ്പുറം മാറ്റത്ര കോട്ടപ്പള്ളം വളവിലാണ് ലോറി മറിഞ്ഞത്. ലോറിക്കടിയിൽ കുടുങ്ങിയ ആളെ ഹിറ്റാച്ച് ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ലോറിയിലുണ്ടായിരുന്ന കോട്ടയം സ്വദേശികളായ കാവിൽ കിഴക്കേതിൽ സുജിത്ത്, അഖിൽ കുമാർ, കുമരൻതറയിൽ ടൈസൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഡ്രൈവർ ഷെറിൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോട്ടയത്ത് നിന്ന് ചാലിശ്ശേരിയിലേക്ക് ഗാനമേള ടീമിന് സൗണ്ട് സിസ്റ്റവുമായി പോകുകയായിരുന്ന ലോറി കോട്ടപ്പുറം വളവിൽ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റും വീട്ടുമതിലും ഗേറ്റും ഇടിച്ചു തകർത്ത് മറിയുകയായിരുന്നു. ലോറിക്കടിയിൽ കാൽ കുടുങ്ങിക്കിടന്ന സുജിത്തിനെ പോലീസും ഫയർഫോഴ്സും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഹിറ്റാച്ച് ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആളൂർ സോഫിയ വിൻസെന്റിന്റെ വീട്ടുമതിലാണ് തകർന്നത്. എരുമപ്പെട്ടി, വടക്കാഞ്ചേരി മെഡിക്കൽ കോളേജ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസും വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സും കെ.എസ്.ഇ.ബി. ജീവനക്കാരും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.
യേശുവിന്റെ അന്ത്യത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിച്ചു. ക്രിസ്തു കുരിശുമരണത്തിന് മുൻപ് തന്റെ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിച്ചത്. അന്ത്യത്താഴവേളയിൽ യേശു തന്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് വിനയത്തിന്റെ മാതൃക പഠിപ്പിച്ചതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷ നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലും വ്യാകുലമാതാ ബസിലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ഔഗീൻ കുര്യാക്കോസും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൊടിപടലങ്ങൾ ശ്വസിച്ച് കഴിയേണ്ട ഗതികേടിൽ വേലൂർ ചുങ്കം മുണ്ടൂർ റോഡരികിൽ താമസിക്കുന്ന കുടുംബങ്ങൾ. വേലൂർ മുണ്ടൂർ റോഡ് നിർമ്മാണത്തിനായി മെറ്റൽ വിരിച്ചതിനു ശേഷം ടാറിംഗ് നടത്താൻ കരാറുകാരൻ തയ്യാറാകാത്തതാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. 2 വർഷം മുമ്പാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇതിനിടയിൽ ആദ്യത്തെ കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിക്കുകയും ഇയാളെ സർക്കാർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പണിയേറ്റെടുത്ത കരാറുകാരൻ റോഡിന്റെ കുറച്ചുഭാഗം ടാറിംഗ് നടത്തി. എന്നാൽ ചുങ്കം സെന്റർ മുതൽ ഏകദേശം 2 കിലോമീറ്റർ ദൂരം ടാറിംഗ് നടത്താതെ മെറ്റൽ വിരിച്ച് കിടക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വലിയ തോതിലാണ് പൊടിപടലങ്ങൾ ഉയരുന്നത്. റോഡരികിൽ താമസിക്കുന്ന കുടുംബങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർക്ക് അലർജിയും ശ്വാസതടസ്സവും അനുഭവപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു. പരന്നുകിടക്കുന്ന മെറ്റലിൽ തെന്നി ബൈക്ക് യാത്രക്കാർ മറിഞ്ഞു വീഴുന്നതും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളുടെ ടയറുകൾ കരിങ്കൽ ചീളടിച്ച് പൊളിയുന്നതും നിത്യസംഭവമാണ്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിനെയും തൃശൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസാണ് വേലൂർ മുണ്ടൂർ റോഡ്. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്കും അമല മെഡിക്കൽ കോളേജിലേക്കും രോഗികളുമായി നിരവധി വാഹനങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്ക് ദുരിതമായി മാറുകയാണ്. എത്രയും പെട്ടെന്ന് റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള പുനർനിർമ്മാണം നടത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. സമൂഹത്തെ പ്രകാശിതമാക്കാൻ നാം ഓരോരുത്തരും സ്വയം വെളിച്ചമാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്ററിന്റെ ലോക ഹീമോഫീലിയ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രൊഫസർ NN ഗോകുൽദാസിന് ഗവർണർ സമ്മാനിച്ചു. കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ E. ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഹെമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ നീരജ് സിദ്ധാർത്ഥൻ, K. ഭവദാസൻ, PN ഉണ്ണിരാജൻ, ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രമ രഘുനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്റർ സ്ഥാപകൻ E. രഘുനന്ദനെ ചടങ്ങിൽ അനുസ്മരിച്ചു. That is my honor. I told him also it is my honor. On behalf of the society, I am here that honoring you. These are the persons who are guiding us every time. And when this society stands together, the people in the society, they stand together and decide to do something, then such a wonderful and impactful work happens. It happens always. I always say that we are very much grateful to the God, very much grateful. ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി സർവീസ് റോഡരികിൽ നിർമ്മിച്ച കാനയുടെ മുകളിലെ സ്ലാബുകളിലൊന്ന് തകർന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയായി. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ പേരാമ്പ്ര പെട്രോൾ പമ്പ് കഴിഞ്ഞുള്ള ഭാഗത്താണ് കോൺക്രീറ്റ് സ്ലാബ് തകർന്നത്. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹന ഗതാഗതം ഇവിടെ പൂർണ്ണമായും സർവീസ് റോഡിലൂടെയാണ് തിരിച്ചുവിട്ടിട്ടുള്ളത്. സർവീസ് റോഡിന് സമാന്തരമായി നിർമ്മിച്ചിട്ടുള്ള കാനയ്ക്ക് മുകളിലൂടെ വാഹനങ്ങൾ നിരന്തരമായി കടന്നു പോകുന്നതാണ് സ്ലാബ് ഇടിയാൻ ഇടയാക്കിയത്. ഒരാഴ്ച മുമ്പ് മറ്റൊരു കോൺക്രീറ്റ് സ്ലാബും ഇത്തരത്തിൽ തകർന്നിരുന്നു. അധികൃതർ പിന്നീട് ഇത് മാറ്റി സ്ഥാപിച്ചു. തകർന്ന സ്ലാബ് അടിയന്തരമായി മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടാൻ ഇടയുണ്ട്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ വയോധികയുടെ 2.5 പവൻ തൂക്കം വരുന്ന മാല കവർന്നതായി പരാതി. കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ പാറക്കോട്ടുകര സ്വദേശിനിയെ കബളിപ്പിച്ചാണ് 2.5 പവന്റെ സ്വർണ്ണമാല കൈക്കലാക്കിയത്. ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിനിടയിൽ 2 സ്ത്രീകൾ വന്ന് അടുത്തിടപഴകുകയും
പാറക്കാട്ടുകരയ്ക്ക് സമീപം പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്നും തങ്ങളോടൊപ്പം വന്നാൽ അവിടെ എത്തിക്കാമെന്നും പറഞ്ഞ് ജനറൽ ആശുപത്രിയുടെ മുമ്പിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോയിൽ യാത്ര തിരിക്കുകയുമായിരുന്നു. തുടർന്നാണ് മാല നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞത്. ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2 സ്ത്രീകളുടെയും ചിത്രങ്ങൾ CCTVകളിൽ വ്യക്തമായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മതിലകത്തുനിന്ന് കിട്ടിയ നാടകാനുഭവങ്ങളും മറ്റുമാണ് എന്നിൽ കലാതാൽപര്യം ജനിപ്പിച്ചതെന്ന് നടൻ സൗബിൻ ഷാഹിർ. ജന്മനാടായ മതിലകത്ത് സുഭാഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്നേഹാദര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സൗബിൻ. സുഭാഷ് ക്ലബിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നവീകരിച്ച ക്ലബ്ബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സൗബിൻ നിർവഹിച്ചു. വേദിയിൽ VY നസീർ സൗബിനെ ആദരിച്ചു. സംസ്ഥാന നാടക അവാർഡ് ജേതാവ് രാജേഷ് ഇരുളത്തെയും എഴുത്തുകാരൻ സുനിൽ P മതിലകത്തെയും സൗബിൻ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ക്ലബ്ബ് പ്രസിഡന്റ് KK റനീസ്, സെക്രട്ടറി MH മുഹമ്മദ് അബ്ദുൽ ഖാദർ, ക്ലബിന്റെ സ്ഥാപകരായ VY ബഷീർ, മുഹാജിർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകവും അരങ്ങേറി. എന്താ പറയുക, ഞാൻ എൻ്റെ ചെറുതിലെ മുതൽ എനിക്ക് കൂടുതൽ ഓർമ്മകളും എനിക്ക് നല്ല സ്വപ്നങ്ങളും എല്ലാ കാര്യങ്ങളും ലഭിച്ചിരിക്കുന്നത് മതിലകത്ത് തന്നെ. മതിലകത്ത് ഈ ബസ് ഇറങ്ങിയിട്ട് ഉമ്മയുടെ കൈവഴിച്ച് നടന്നു വരും, അവിടം വരെ പോകണം. അപ്പോൾ എല്ലാവരും ചോദിക്കും, കുറേ ഉണ്ട് വീട്, അപ്പോൾ എല്ലാവരും മാമന്മാരാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ പറയും, ഈ മാമനുണ്ട് ഇത് അമ്മായിയാണ്, നിനക്ക് ഇത്രയധികം മാമന്മാരോ? കാരണം ഇവിടെ എല്ലാവരും ഉമ്മയുടെ സഹോദരന്മാരാണ് ആ സമയത്ത്. അതെല്ലാവരും അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്നേഹവും അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കലയുമാണ് സത്യം പറഞ്ഞാൽ എന്നെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. ഞാനും വാപ്പയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് ഞങ്ങൾ കൂടുതലും നമ്മൾ വെക്കേഷൻ സ്പെൻഡ് ചെയ്തിരുന്നത്. വടക്കാഞ്ചേരി പോലീസിന്റെ സമയോചിതമായ ഇടപെടലിലൂടെ ട്രെയിനിൽ നിന്ന് വീണ തമിഴ്നാട് സ്വദേശിക്ക് പുതുജീവൻ. ബുധനാഴ്ച രാത്രിയാണ് ഉത്രാളിക്കാവിനും അകമലയ്ക്കുമിടയിൽ ഒരാൾ ട്രെയിനിൽ നിന്ന് വീണിട്ടുണ്ടെന്ന വിവരം റെയിൽവേ അധികൃതർ വടക്കാഞ്ചേരി പോലീസിനെ അറിയിക്കുന്നത്. വിവരം ലഭിച്ച ഉടൻ തന്നെ മറ്റ് ഡ്യൂട്ടികൾ മാറ്റിവെച്ച് പോലീസ് സംഘം അകമലയിലേക്ക് കുതിച്ചു. ട്രാക്കിൽ നടത്തിയ അരമണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിൽ ട്രാക്കിന്റെ വശത്ത് ബോധരഹിതനായി കിടക്കുന്ന യുവാവിനെ പോലീസ് കണ്ടെത്തി. ചെന്നൈ സെൻട്രൽ മെയിലിൽ തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 43 വയസ്സുള്ള അരുളാണ് ട്രെയിനിൽ നിന്ന് വീണത്. ഉടൻ തന്നെ വടക്കാഞ്ചേരി പോലീസ് ആക്സ് ആംബുലൻസ് പ്രവർത്തകരെ വിവരം അറിയിക്കുകയും യുവാവിനെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. യുവാവിന്റെ പരിക്കുകൾ ഗുരുതരമല്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ 3 പേരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങാലൂർ കുണ്ടുകടവ് സ്വദേശി പാറമേക്കാടൻ വീട്ടിൽ രമേശ്, തെക്കേ നന്ദിപുലം സ്വദേശി മൂലേക്കാട്ടി വീട്ടിൽ അഭിലാഷ്, സഹോദരൻ അഖിലേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. നന്ദിപുലം ഇടലപ്പള്ളി ക്ഷേത്ര പരിസരത്ത് പരസ്യമായി മദ്യപിക്കുകയായിരുന്ന ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ SI CG മനോജിനെയും പോലീസുകാരെയും തട്ടിമാറ്റി പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. നന്ദിപുലത്തു നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വരന്തരപ്പള്ളി SHO KN മനോജ്, SI ജയചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. SFI ഏരിയ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനം SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് രഹന അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ TP പ്രഭേഷ് സംസാരിച്ചു. നമ്മുടെ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതല്ല നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാനും നിങ്ങളും നടത്തുന്ന വളരെ സൂക്ഷ്മമായ പരിശോധന. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെസഹ ദിനാചരണത്തിന്റെ ഭാഗമായി തൈലപരികർമ്മ പൂജ നടന്നു. തുടർന്ന് കാൽക്കലുകൾ ശുശ്രൂഷ, തിരുവത്താഴ പൂജ എന്നിവയും നടന്നു. വിശുദ്ധ ജോൺ ബോൾ പാപ്പ പറഞ്ഞതുപോലെ കനകമല അടിവാരം പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ അജിത്ത് തടത്തിൽ സന്ദേശം നൽകി. ഫാദർ റെയ്സൻ തട്ടിൽ സഹകാർമ്മികനായി.
മാർത്തോമാ സ്ലീഹായുടെ നാമധേയത്തിലുള്ള കുരിശുമണി പള്ളിയിലെ തിരുകർമ്മങ്ങൾക്ക് സഹവികാരി ഫാദർ റെയ്സൻ തട്ടിൽ കാർമ്മികനായി. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ പെസഹ ആചരിച്ചു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ അധികാരി ഫാദർ അഗസ്റ്റിൻ, SFO തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണങ്ങാടൻ എന്നിവർ സഹകാർമ്മികരായി ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു. പൊങ്ങണങ്കാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡീക്കൻ നിധിൻ താഴത്ത്, ഇടവകയിലെ കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊതു ആരാധനയും നടന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി നേതൃത്വം നൽകി. സഹവികാരി ഫാദർ ലിൻഡോ കാരക്കാടൻ ശുശ്രൂഷകൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഫി ചിറ്റരപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ PP ജോസ്, NJ ജെമി, NP സേവി, ലൈജോ ബോണീസ് എന്നിവർ നേതൃത്വം നൽകി. പൊതു ആരാധനയും തുടർന്ന് അപ്പം മുറിക്കൽ ചടങ്ങും നടന്നു. ശക്തിയും ധൈര്യവും ലഭിക്കുന്നതിന് വേണ്ടി ഈ പരസ്പര സ്നേഹത്തിലൂടെ ഇതിന്റെ ചൈതന്യമാണ് ഇതിന്റെ ജീവിതത്തിൽ. മുറ്റിച്ചു സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് പുത്തൻപീടിക പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കരപ്പട്ടിക്കൽ നേതൃത്വം നൽകി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ ജീസ് അക്കര പട്ടേക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ MV ഷാൻഡോ, TS ജെയ്സൺ, MK ജോൺസൺ, TO ഷൈജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പെസഹ ദിന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൻസെന്റ് ഈരത്തറ, വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, ഫാദർ ജോർജി തേലപ്പള്ളി, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറയ്ക്കൽ, ഫാദർ ബെൽഫിൻ കോപ്പുള്ളി, ഫാദർ ആന്റണി നമ്പളം എന്നിവർ സഹകാർമ്മികരായിരുന്നു. നെല്ലായിയിലെ 130 വർഷം പഴക്കമുള്ള ചില്ലായിൽ തറവാട് ഓർമ്മയിലേക്ക്. സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച 4 തലമുറകളുടെ ഓർമ്മകളുറങ്ങുന്ന പഴയ 2 നില വീടാണ് കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കുന്നത്. തൊട്ടിപ്പാളിലെ ചില്ലായിൽ തറവാടംഗവും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രൊഫസറും നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ C. നാരായണ മേനോൻ 1890 നിർമ്മിച്ചതാണ് നെല്ലായിലുള്ള ചില്ലായിൽ തറവാട്. ഒട്ടേറെ പൗരാണിക കൃതികൾ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള പണ്ഡിതനായിരുന്നു C. നാരായണ മേനോൻ. കൂട്ടുകുടുംബത്തിന്റെ നല്ല ഓർമ്മകൾ ഉറങ്ങുന്ന തറവാട് അടുത്ത ദിവസം പൊളിച്ചു നീക്കുകയാണെന്ന് ഇവിടെ ജനിച്ചു വളർന്നവരിൽ ഒരാളായ K. സുധാകരൻ പറയുന്നു. ഏകദേശം ഒരു 1890 കൂടിയിട്ടാണ് ഇവിടെ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളതാണ് എന്നാണ് പൂർവികരായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. തൊട്ടിപ്പാള് ചില്ലായിൽ തറവാട്ടിൽ നിന്നും ഇവിടെ വന്ന് C. നാരായണ മേനോൻ എന്ന് പറയുന്ന ഒരു സംസ്കൃത പണ്ഡിതനും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പ്രൊഫസറുമായിരുന്ന C. നാരായണ മേനോൻ, അദ്ദേഹമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഓടും മരവും ഉപയോഗിച്ച് പഴയ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ചില്ലായി തറവാട്ടിൽ നിലവറയടക്കം നിരവധി മുറികളുണ്ട്. ഈ തറവാടിനോട് ചേർന്നുള്ള പടിപ്പുര എന്ന് വിളിക്കുന്ന പഴയ വീട്ടിലാണ് എഴുത്തുകാരിയും അധ്യാപികയുമായ പത്മശ്രീ ഡോക്ടർ M. ലീലാവതിയുടെ ഭർത്താവായ CP മേനോൻ വളർന്നത്.
ഇവിടെ വളർന്ന 4 തലമുറകളിൽ പലരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകിയവരാണ്. ചില്ലായി തറവാട്ടിലെ അംഗങ്ങൾ പിന്നീട് പല താവഴികളായി പിരിഞ്ഞ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള പല സ്ഥലങ്ങളിലായി താമസമാക്കി. ഇതോടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലത്ത് എപ്പോഴും ശബ്ദമുഖരിതമായിരുന്ന ചില്ലായി തറവാട് നിശബ്ദമായി. കാലപ്പഴക്കം മൂലം ദുർബലമായ ഈ വീട് അറ്റകുറ്റപ്പണിയില്ലാതായതോടെ ജീർണാവസ്ഥയിലായി. ഇതോടെയാണ് തലമുറകളുടെ ചരിത്രമുറങ്ങുന്ന തറവാട് പൊളിച്ചു നീക്കാനുള്ള തീരുമാനമുണ്ടായത്. TCV ന്യൂസ്, കൊടകര. കുഴിക്കാട്ടുകോണം നമ്പിയങ്കാവ് ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാലാലയ പ്രതിഷ്ഠ നടന്നു. ക്ഷേത്രം തന്ത്രി അണിമംഗലത്ത് രാമൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി, ദേവസ്വം ഓഫീസർ PR ജിജു, ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ ബാബുരാജ് കൊളക്കാട്ടിൽ, KR ഉണ്ണികൃഷ്ണൻ, P ദാമോദരൻ, സുധി നമ്പ്യാർ, ശില്പി സജീവ് ഷൊർണൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാന ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം സ്വദേശി പോൾദാസ് കിഴക്കേ പീടിക 70 കിലോ വിഭാഗത്തിൽ 2 സ്വർണ്ണ മെഡലുകൾ നേടി സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ ചാമ്പ്യൻഷിപ്പിന് അർഹനായി. തുടർച്ചയായ 15ാം വർഷവും സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ ചാമ്പ്യൻ പട്ടം നിലനിർത്തിയ പോൾദാസിനെ പഞ്ചഗുസ്തി അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ മുജീബ് റഹ്മാൻ മെമന്റോ നൽകി അനുമോദിച്ചു. അടുത്ത മാസം ബാംഗ്ലൂരിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് പോൾദാസ് തെരഞ്ഞെടുക്കപ്പെട്ടു. പാവറട്ടി പഞ്ചായത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാവറട്ടി ലയൺസ് ക്ലബ്ബ് ഇരിപ്പിടങ്ങൾ വിതരണം ചെയ്തു. MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന ഇരിപ്പിടങ്ങളും വേസ്റ്റ് ബിന്നും ഏറ്റുവാങ്ങി. ക്ലബ്ബ് പ്രസിഡന്റ് ഷാജൻ ജോസ് അധ്യക്ഷനായി. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജെയിംസ് വളപ്പില, ജില്ലാ പാലിയേറ്റീവ് കോർഡിനേറ്റർ KM അഷറഫ്, വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, VJ തോമസ്, തോംസൺ VG, VS സെബി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പുത്തൂർ മണ്ഡലം വെട്ടുകാട് 172 ബൂത്തിന്റെ നേതൃത്വത്തിൽ പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ബേബി തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുകാടൻ, KT അവറാച്ചൻ, ജീവൻ സദാനന്ദൻ, രാജേഷ് തോണിപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊരട്ടി ചെറുവാളൂർ ഗ്രൗണ്ട് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 6ാം അഖില കേരള ഫ്ലഡ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് 20 മുതൽ 27 വരെ വാളൂർ NSHS സ്കൂൾ മൈതാനിയിൽ നടക്കും. ദിവസവും രാത്രി 8-നാണ് മത്സരം. 8 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിന്റെ പ്രദർശനം സൗജന്യമാണ്. വൈകിട്ട് 7-ന് പ്രാദേശിക ടീമുകളുടെ മത്സരവുമുണ്ടാകും. ടൂർണമെന്റ് ഞായറാഴ്ച കൊരട്ടി SHO അമൃതരംഗൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് വൈസ് ചെയർമാൻ ബാബു നമ്പാടൻ, KH ഫൈസൽ, KN ദീപേഷ് എന്നിവർ പങ്കെടുത്തു. യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കടങ്ങോട് മില്ല് കുഴിപ്പത്ത് കോളനിയിൽ വലിയപുരയ്ക്കൽ 40 വയസ്സുള്ള സനൽകുമാറാണ് മരിച്ചത്. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപം സ്കൂളിന് മുന്നിൽ കുഴഞ്ഞു വീണത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഗുരുവായൂർ നിയോജക മണ്ഡലതല വിജ്ഞാന കൌൺസിൽ യോഗം MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. മണ്ഡലത്തിലെ ഗുരുവായൂർ ചാവക്കാട് നഗരസഭയിലെയും 6 ഗ്രാമപഞ്ചായത്തുകളിലെയും ചാവക്കാട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും അധ്യക്ഷന്മാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും സെക്രട്ടറിമാരും വിജ്ഞാന കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തു. 26-ന് തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ജോബ് ഫെയറിലേക്ക് പഞ്ചായത്തിൽ നിന്നും നഗരസഭയിൽ നിന്നും തൊഴിലന്വേഷകരെ പങ്കെടുപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നബീസ കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ബിന്ദു സുരേഷ്, ജാസ്മിൻ ഷഹീർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. EDയെ ഉപയോഗപ്പെടുത്തി കള്ളക്കേസ് കെട്ടിച്ചമച്ച നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം നൽകിയതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ എളനാട് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KK പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KM സൈദലി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സജിത് എളനാട്, KS രാജീവ്, എൽദോസ് ഐസക് തുടങ്ങിയവർ നേതൃത്വം നൽകി. വാണിജ്യം.
തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പവലിയൻ പ്രവർത്തനം ആരംഭിച്ചു. NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസും മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പൂരം എക്സിബിഷൻ കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രനാഥൻ, സെക്രട്ടറി രവികുമാർ, വൈസ് പ്രസിഡന്റ് പ്രകാശ്, ട്രഷറർ ദിലീപ് കുമാർ, NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർമാരായ KA ബോബൻ, സിന്ധു ഉണ്ണികൃഷ്ണൻ, റോസ് വർഗീസ്, TK ദേവദാസ്, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ബിനു ജോർജ്, HR മാനേജർ P ഗിരീഷ് കുമാർ, റിക്കവറി മാനേജർ ജയപ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ 68 വർഷമായി കേരളത്തിന്റെ ധനകാര്യ മേഖലയിൽ സജീവ സാന്നിധ്യമുള്ള NTC ഗ്രൂപ്പിന് തമിഴ്നാട്ടിലും കർണാടകയിലും ശാഖകളുണ്ട്. 100ഓളം ശാഖകളുള്ള NTC ഗ്രൂപ്പിന്റെ പ്രധാന ബിസിനസ് ഗോൾഡ് ലോണാണ്. കൂടാതെ ബിസിനസ് ലോൺ, വെഹിക്കിൾ ലോൺ, ഇൻഷുറൻസ്, ചിട്ടി തുടങ്ങി ധനകാര്യ മേഖലയിലെ ഒട്ടുമിക്ക സേവനങ്ങളും NTCയിൽ ലഭ്യമാണ്. ടൂർസ് ആൻഡ് ട്രാവൽസ് മേഖലയിൽ ടൂർ പാക്കേജുകളും എയർ ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും ബുക്കിംഗ് സൗകര്യവും ഇപ്പോൾ NTCയിൽ ലഭ്യമാണ്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,317 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കടൽമണൽ ഖനനത്തിനെതിരെ AITUCയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ബഹുജന ശൃംഖല സംഘടിപ്പിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. അളകപ്പനഗർ കുന്നത്തുപാടത്ത് സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റിന്റെ ഫ്യൂസ് ഊരി, മുന്നറിയിപ്പില്ലാതെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയത് കരാറുകാരൻ. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ലോറിക്കടിയിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തിയത് ഹിറ്റാച്ചി ഉപയോഗിച്ച്. യേശുവിന്റെ അന്ത്യത്താഴ സ്മരണയിൽ വിശ്വാസികൾ പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷ നടന്നു. പൊടിപടലങ്ങൾ ശ്വസിച്ച് കഴിയേണ്ട ഗതികേടിൽ വേലൂർ ചുങ്കം മുണ്ടൂർ റോഡരികിൽ താമസിക്കുന്ന കുടുംബങ്ങൾ. റോഡ് നിർമ്മാണത്തിനായി മെറ്റൽ വിരിച്ചതിന് ശേഷം ടാറിംഗ് നടത്താൻ കരാറുകാരൻ തയ്യാറാകാത്തതാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.